അദ്ദേഹത്തിൻ്റെ ബന്ധത്തിന് ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഞങ്ങൾ തമ്മിൽ പിണങ്ങുകയല്ല, അഭിപ്രായ വ്യത്യാസം വന്നൊരു കാര്യമാണ്. അത് ഞാൻ അങ്കമാലിക്കോട്ട് പറയേണ്ടിയിരിക്കുന്ന രണ്ട് കാര്യം. VS മന്ത്രിസഭയുടെ കാലത്താണ് സർവകക്ഷി യോഗം ചേർന്ന്. ഞാൻ അന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിരുന്നില്ല, എൻ്റെ മകൻ്റെ സ്ഥലത്തായിരുന്നു ഞാൻ പോയിരുന്നത്. ആ ദിവസങ്ങളിലാണ് തീരുമാനിച്ചത് കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ 45 മീറ്ററിൽ നിന്നും 30 മീറ്ററാക്കി കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശവുമായി ഭരണകക്ഷിയും അതിനേക്കാളേറെ പ്രതിപക്ഷവും ശക്തമായി നിലപാട് സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തുകയും നിവേദനം നടത്തുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഭരണകക്ഷി നേതാക്കളൊക്കെ തന്നെ എല്ലാവരും കൂടി, പ്രതിപക്ഷത്തിലുള്ള എല്ലാവരും കൂടി തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി. എനിക്ക് അന്ന് ഡൽഹിയിലെത്താനേ കഴിഞ്ഞുള്ളൂ. ഞാൻ അന്നേരം പറഞ്ഞു, വളരെ സത്യം പറയുകയാണെങ്കിൽ വളരെ ആശങ്കയോടെ എന്താണോ അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളത് ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സഖാവേ, 45 മീറ്ററിൽ നിന്നും 30 മീറ്ററാക്കി കുറയ്ക്കുമ്പോൾ നമ്മൾ ദീർഘദൃഷ്ടിയിൽ നോക്കിയാൽ അതൊരു പ്രശ്നമല്ലേ? അന്ന് ഉമ്മൻചാണ്ടിയോടും ഞാൻ ഇതിനെ പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. പക്ഷേ VS പറഞ്ഞത്, നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ ബോധ്യമാണെങ്കിൽ നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ, വിരോധമില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ TK നായരെ അറിയിക്കുകയും അന്നത്തെ ട്രാൻസ്പോർട്ടിൻ്റെ വകുപ്പ് കൈകാര്യം സെക്രട്ടറിയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. എൻ്റെ നിലപാട് ഇതാണ്: 30 മീറ്ററിലേക്ക് ചുരുങ്ങുന്നത് ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്ന് നിവേദനം നൽകി തിരിച്ചു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം 45 നിന്ന് 30 കുറയ്ക്കാനുള്ള കേരളത്തിൻ്റെ നിർദ്ദേശം കേന്ദ്രം തള്ളി. ഞാൻ അതിനുശേഷം വീണ്ടും PS കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഞാൻ അന്ന് വ്യത്യാസമായി പറഞ്ഞത് VSനോടോ അല്ലെങ്കിൽ മന്ത്രിസഭ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു. എന്നാണ് പൊതുവെയുള്ള നിർദ്ദേശം സർവകക്ഷിയുടെ കൂട്ടത്തിൽ ഒരു തീരുമാനമെന്ന് മാത്രമേ ഉള്ളൂ. സർവകക്ഷി യോഗം ചേർന്നാണ് അത് തീരുമാനിച്ചത്. അതിൽ വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ജോസിൻ്റെ നിലപാട് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ജോസിന് അതുമായി മുന്നോട്ട് പോകാം, ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയും, കേന്ദ്രം അത് തള്ളി കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി, നിങ്ങളുടെ നിലപാടിന് അനുകൂലമായതുകൊണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ എടുക്കരുത്, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ നിലപാട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു തെറ്റുമില്ല, ഞാനതിനിപ്പോൾ എതിർക്കുന്നുമില്ലല്ലോ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുക. എല്ലാ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഒരു കടുകിട പോലും അഴിമതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യമാണത്. മുൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരംഗത്തിനെതിരായി അഴിമതി ആരോപണത്തിന് വേണ്ടി പോരാടിയ വ്യക്തി സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചപ്പം, അന്നത്തെ അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്ന സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. വ്യക്തിപരമായി അത് ഞങ്ങൾ ഈ ലോ പഠിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെയേറെ പ്രസിദ്ധമായ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ കോടതി വിധിയാണത്. ജസ്റ്റിസ് വർമ്മ എന്ന് പറഞ്ഞത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് പൊതുജന താൽപ്പര്യത്തിനുള്ള നടപടികളിൽ കക്ഷി ചേരാൻ അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് പോലും കഴിയുമെന്നുള്ള സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധി
അന്ന് ഹർജിക്കാരനായിരുന്നത് VS ആയിരുന്നു. ഇന്നും അത് ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും വരുന്ന സംഗതിയാണ്. പണ്ട് AKG ഇതുപോലെ 1952 അന്നത്തെ പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ, ആളുകളെ കരുതൽ തടങ്കിൽ വയ്ക്കുന്നതിനെതിരായി നടത്തിയ ഒരു പോരാട്ടം പാർലമെൻറ്റിന് പുറമെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ അദ്ദേഹം നേരിട്ട് കേസ് വാദിച്ച ആളായിരുന്നെങ്കിൽ തൻ്റെ പരിമിതമായ വിദ്യാഭ്യാസത്തിൽ നിന്നും ജനങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയും പോരാടി തന്നെ തൻ്റെ ഭാഗം വിജയിപ്പിക്കാൻ ശ്രമം നടത്തിയത്. അന്നൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ മന്ത്രിസഭയിലെ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വന്ന് ശർമ്മയും ഞാനും മന്ത്രിമാരായിരുന്നു. ആ പുള്ളി പറയും, അന്നും അദ്ദേഹം പറയുമായിരുന്നു, അത് ജോസ് ഇടപെട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അങ്ങനത്തെ ഇവിടെ ജില്ലയിലെ പല പൊതു കാര്യങ്ങളും നമുക്കിവിടെ അംഗവാലിക്ക് വാദമില്ലാത്തതുകൊണ്ടേ പറയാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആളുകളെക്കുറിച്ചുള്ള ധാരണയൊക്കെ ഉണ്ട്. ഞാനുമായി അപ്പോൾ അതിനിടയ്ക്ക് ഇടയ്ക്ക് പത്രത്തിൽ വന്നു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അദ്ദേഹം പറയുകയും ചെയ്തു. എനിക്ക് ചോദിച്ചു പോകും, അഭിപ്രായമാണ്, വ്യത്യാസമല്ല. അദ്ദേഹം അവസാനം വരെ സ്വീകരിച്ച അതേ നിലപാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പിളർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്തായിരുന്നോ അതിൻ്റെ കൂടെ നിന്നു. തുടർന്നും പല നിലപാടുകളിലും അദ്ദേഹം ആ നിലപാടിനെ തുടർന്നു. അതുതന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും ഉചിതമായ യോഗ്യത എന്ന് തെളിയിക്കുകയും പറയുകയും ചെയ്യിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കുന്നത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ അറിയപ്പെടുന്നത്. 100 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിർത്തി എന്ന് പറയാനാകില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പോലെ തന്നെ അസാന്നിധ്യവും ആവേശകരമായി തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിൽ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ അതിന് കൂടെയുള്ള ഞാനും മന്ത്രിമാരൊക്കെ ഒരുമിച്ച് അകത്തോട്ട് കയറാൻ നേരത്ത് പോലും ജനത്തിരക്കാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് മഴയും ഘോരമായ മഴ, നിവൃത്തിയില്ല, ആളുകൾക്ക് നടക്കാൻ നിവൃത്തിയില്ല, പോകാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെയുള്ള സമയത്ത് പോലും ആളുകൾ വന്ന് കാണാൻ കാണിച്ച ഒരാവേശം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ നിർത്താം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അങ്കമാലിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അങ്കമാലിയിലെ പല സമരങ്ങൾക്ക്, നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി സമരങ്ങൾക്ക്, ഏറ്റവും പ്രധാനപ്പെട്ടത് ടെൽക്ക് സ്വകാര്യവൽക്കരണത്തിന് അന്നത്തെ മന്ത്രിസഭയും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും നേതൃത്വം കൊടുത്ത് പറഞ്ഞപ്പോൾ അതിനെതിരെ അങ്കമാലിയിൽ വന്ന് ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൽക്കിൻ്റെ പടിക്കൽ കാത്തിരുന്ന് സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത VS ആണ് ഇന്ന് അങ്കമാലിയിൽ ടെൽക്ക് നിലനിൽക്കാൻ ഒരു പ്രധാന കാരണം. തുടർന്ന് ഞാനും ശ്രീ എളമരം കരിയുമായി കൂടത്തി വന്നിട്ട് അങ്കമാലിയിലെ ടെൽക്കിൻ്റെ വികസനവും NTPCയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന പല കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ടെൽക്ക് ഇന്നും അങ്കമാലിയിൽ നിലനിൽക്കുന്നത് VSൻ്റെ അന്നത്തെ ഇടപെടൽ കൊണ്ടാണ്. ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു കാര്യം KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡ് ഞാൻ വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കാരൻ നേരത്തെ വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ട് മാത്രം കിട്ടിയതല്ല. അതിൻ്റെ സാമ്പത്തികമായ സഹായത്തിന് വേണ്ടി ഒരു സാങ്കേതികവും നിയമപരവുമായ നിരവധി പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ പരിഹരിക്കാൻ വേണ്ടി അന്ന് ഞാൻ പറഞ്ഞത് താല്പര്യപ്രകാരം അല്ലെങ്കിൽ എൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ കേരള ട്രാൻസ്പോർട്ട് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് പണിയാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നത് VS ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ കാര്യത്തിൽ വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ ശരി ആയിക്കോ, നല്ല കാര്യമാണത് എന്ന് പറഞ്ഞു. അങ്കമാലിയിലല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ പ്രത്യേകത, അങ്കമാലിയിലല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോട് പറഞ്ഞ് പ്രത്യേകമായി ഏർപ്പെടുത്തിയതാണ്.
അങ്ങനെ ഓരോ കാര്യവും നിരവധി കാര്യങ്ങൾ ഞാനെല്ലാം എണ്ണി പറയുകയല്ല. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രശ്നമായാലും അതുപോലെ തന്നെയുള്ള മറ്റ് ബാംബു കോർപ്പറേഷൻ്റെ പ്രശ്നങ്ങളായാലും എല്ലാത്തിലും സജീവമായി ഇടപെട്ടുകൊണ്ട് പാവങ്ങളുടെ ഏത് പ്രശ്നമുണ്ടോ അതിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും അദ്ദേഹത്തിന് തൻ്റെ പ്രവർത്തനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ആവേശത്തിൻ്റെയും മുന്തിരിച്ചാറായിരുന്നു അദ്ദേഹത്തിന് തൊഴിലാളികളുടെ പ്രവർത്തനം. ഇന്നും അദ്ദേഹം ഓരോ അവസാന ശ്വാസം വരെ തൊഴിലാളികൾ എന്നുള്ള വികാരം നിലനിർത്താനും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ശക്തമായി പോരാടിയ ഇതുപോലുള്ളൊരു മനുഷ്യ മഹാമാനസ് ഇന്ത്യയിൽ ചുരുങ്ങും ഇത്രയേറെ നേതൃത്വം കൊടുത്ത ഒരു നൂറ്റാണ്ട് കാലം അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടും തുടർന്നുമുള്ള തലമുറയ്ക്ക് തുടർന്നുള്ള കേരളത്തിനും ഭാരതത്തിനും മാതൃകയായ പല സവിശേഷതകളും അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ VS നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മാതൃകാപരമായ പല കാര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം മറഞ്ഞു പോയെങ്കിൽ തന്നെയും ആലപ്പുഴയുടെ കടൽ തീരത്ത് കടലിൻ്റെ കരച്ചിലും കടലങ്ങളുടെ കരച്ചിലുമെല്ലാം ഒരുമിച്ച് നടന്ന സ്ഥലമാണത്. ആളുകളെ നമ്മളന്ന് കണ്ട് പിരിയുമ്പോൾ ഇന്നും മനസ്സിൽ നിന്നും മായാത്ത വിധത്തിൽ ആ കാഴ്ച, ആളുകളുടെ പ്രതികരണം, വിഷമം ഒക്കെ അത് വരുന്നതൊക്കെ തന്നെ സമ്പന്നരല്ല. വന്നത് മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും അടിത്തരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ആ ആവേശവും അവരുടെ കണ്ണുനീരും എന്നെന്നും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സ്മരണ ഭാരതമുള്ളിടത്തോളം കാലം, കേരളമുള്ളിടത്തോളം കാലം, മലയാളമുള്ളിടത്തോളം കാലം എല്ലാം തന്നെ മനുഷ്യ മനസ്സിൽ നിന്ന് പോകാൻ കഴിയില്ല. അതിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി.